പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ തിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ആയുസ്സിൽ കാണാത്ത ഒരു പുതിയ പ്രഭാതം, പുത്തൻ പുലരി ദൈവമായ കർത്താവ് നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. കർത്താവിനോട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും ഈ ഊഷര മരുഭൂമിയിൽ നമ്മളെ നിലനിർത്തുന്ന, വഴി നടത്തുന്ന ദൈവസ്നേഹത്തിന്, ദൈവകൃപയ്ക്ക്, പ്രതിസന്ധികളുടെ മുമ്പിൽ താളടിയാകാതെ, പ്രതികൂലങ്ങളുടെ മുൻപിൽ തകർന്നു പോകാതെ, തീച്ചുള്ളിയുടെ മുൻപിൽ വെന്തു പോകാതെ നമ്മളെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിന്, ദൈവത്തിൻ്റെ കരുണയ്ക്ക്, ദൈവത്തിൻ്റെ കൃപയ്ക്ക്, കർത്താവിന് എല്ലാ മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് നന്ദി കരയറ്റിക്കൊണ്ട് പ്രാർത്ഥനയോടെ ദൈവവചന ധ്യാനത്തിനായി ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് തലകളെ വണക്കി ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ കുറിപ്പിക്കാം. ആധാരമായി ഒരു ദൈവവചനം വായിക്കാം. 1 പത്രോസിന്റെ ലേഖനം 5-ാമത്തെ അധ്യായം, അതിൻ്റെ 6-7 വാക്യങ്ങൾ. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. 7, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവീൻ. ഈ വചനത്തിൽ നിന്ന് ഒരുപാട് പ്രസംഗം കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഇതിനകത്ത് ഞാൻ തന്നെ ഈ സന്ദേശം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എങ്കിലും വ്യത്യസ്തമായ ഒരു ചിന്ത ദൈവമായ കർത്താവ് ഇന്ന് നമുക്ക് തരട്ടെ എന്ന് വിശേഷാൽ പ്രാർത്ഥനയോടെ നമുക്ക് ആ ധ്യാന ചിന്തയിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം. പത്രോസിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, ഞങ്ങളെപ്പോലെ വിലയേറിയ വിശ്വാസം ലഭിച്ച ഭൂലോകമെമ്പാടുമുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി എഴുതുന്നതാണ് പത്രോസിന്റെ ലേഖനം. അത് ആ തുടക്കത്തിൽ തന്നെ പറയുന്നു. എന്നിട്ട് അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കിയാണ് പത്രോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തുന്നത്. അങ്ങനെ പത്രോസ് ആ ദൈവവചനം രേഖപ്പെടുത്തുമ്പോൾ തന്നെ അതിനകത്ത് വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടതിൻ്റെ, വിശുദ്ധിയോടെ നിൽക്കേണ്ടതിൻ്റെ, കർത്താവിൻ്റെ 2ാം വരവിന് വേണ്ടി ഒരുങ്ങേണ്ടതിൻ്റെ പ്രാധാന്യത പറയുന്നുണ്ട്. ഇനിയും ഒരു സഭയും സഭയുടെ വിശ്വാസികളും മൂപ്പനും സഭയിലെ കാര്യങ്ങളും ഒക്കെ വിവരിച്ച് ആ ലാസ്റ്റ് ഭാഗം എത്തുമ്പോൾ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത പറഞ്ഞ് ഒരു യജമാനൻ, മൂപ്പൻ, സഭ കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ പറയുന്ന കാര്യമാണ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ താഴ്മയുള്ളവരായി ഇരിക്കണമെന്ന് ഓർപ്പിച്ചിട്ട്, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തുവാൻ അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ എന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പൊ അവിടെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, ദൈവത്തിന്റെ തക്ക സമയം. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവൻ തക്ക സമയം എന്ന് പറയുന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന കെയ്റോസ് എന്ന് പറയുന്ന ഒരു പദമാണ്. കെയ്റോസ് അത് ബാക്കി എല്ലാ ഭാഗത്തും അത് ആ ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന പദം ക്രോണോസ് എന്ന, മൂലഭാഷയിൽ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ക്രോണോസ് എന്ന, ടൈമിനെ സൂചിപ്പിക്കാൻ. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ അതുകൊണ്ട് അവൻ തക്ക സമയത്ത് എന്ന് പറയുന്ന ഈ പദത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് കെയ്റോസ് എന്ന് പറയുന്ന പദമാണ്. കെയ്റോസ് എന്ന് പറഞ്ഞാൽ അതിന് ഇംഗ്ലീഷ് മീനിങ് ഡ്യൂ ടൈം, അപ്പോയിന്റഡ് ടൈം, നിയോഗിക്കപ്പെട്ട ടൈം എന്നാണ്. ദൈവം തീരുമാനിച്ചിരിക്കുന്ന, ഒരു അപ്പോയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്യൂ ആയിട്ടുള്ള ടൈം. ഇപ്പൊ ഡെലിവറിയുടെ ടൈമിലൊക്കെ പറയും ഡ്യൂ ടൈം എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും FD ഡിപ്പോസിറ്റ് ഒക്കെ അതിന്റെ മെച്യൂർ എത്തുന്നതിന് ഡ്യൂ ടൈം എന്ന് പറയാറുണ്ട്. ഇത് ഡ്യൂ എന്ന് പറയുന്നത്. ഇതുപോലെ ഡ്യൂ ടൈം എന്നാ ഇവിടെ ഓർമ്മ, ഡ്യൂ ടൈം. ആ ദൈവം തക്ക സമയം എന്ന് പറഞ്ഞാൽ ദൈവം നിയോഗിച്ചു വെച്ചിരിക്കുന്ന ഒരു ടൈം എന്ന് അതിന്റെ അർത്ഥം. യേശു കുഞ്ഞ് ജനിക്കുവാൻ കാലത്തെ വിഭാഗിച്ചുകൊണ്ട് മറിയ ഗർഭിണിയായ മറിയ പ്രസവിക്കാൻ വെച്ചിരിക്കുന്ന സമയം അപ്പോയിന്റഡ് ഡ്യൂ ടൈമാ. ഒരു ജോലിക്ക് വേണ്ടി ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടിയാൽ അതിനകത്തൊരു അപ്പോയിന്റഡ് ടൈം ഉണ്ടാകും. നമുക്ക് ദൈവം തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ഒരു ടൈം ഉണ്ട്. പല ഉദാഹരണങ്ങൾ പുസ്തകത്തിലുണ്ട്. ജോസഫിന്റെ ടൈമല്ല, പാനപാത്രവാഹകൻ പ്രാർത്ഥിച്ചു വിടുന്ന പാനപാത്രവാഹകൻ കയറിപ്പോകുമ്പോഴും ജോസഫ് പ്രാർത്ഥിച്ചുകൊണ്ട് അകത്തിരിക്കുമ്പോൾ വേദനപ്പെട്ട്, ദൈവമേ എന്റെ കാര്യത്തിൽ തീരുമാനമായില്ല, ഞാൻ പ്രാർത്ഥിച്ചു വിട്ടവൻ കയറിയല്ലോ, അവൻ എന്നെ ഓർക്കാതെ മറന്നുപോയല്ലോ എന്ന് വിചാരിക്കുമ്പോൾ തമ്പുരാൻ പറയുന്ന വാക്കാ, നിനക്കൊരു ഡ്യൂ ടൈം ഉണ്ട്, നിനക്കൊരു കെയ്റോസ്, ദൈവത്തിന്റെ ടൈമുണ്ട്. ദൈവത്തിന്റെ ടൈം നിനക്ക് വേണ്ടിയുണ്ട്. ദൈവത്തിന്റെ ടൈമുണ്ട്. നിനക്കൊരു ദൈവിക ടൈമുണ്ട്. ദൈവം അപ്പോയിന്റ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ടൈം നിനക്ക് വേണ്ടിയുണ്ട്. ആ ടൈം മനുഷ്യന്റെ ടൈമല്ല, അത് ദൈവത്തിന്റെ ടൈമാ. അത് ദൈവത്തിന്റെ സമയമാ. ദൈവം അപ്പോയിന്റ് ചെയ്തു വെച്ചിരിക്കുന്ന സമയം. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ചിന്തിക്കുമ്പോൾ എവിടെ കീറി മുറിച്ചാലും ദൈവത്തിന്റെ ടൈം കാണാം. പൗലോസിനെ തമ്പുരാൻ വിളിച്ചിറക്കിയ ഒരു ദൈവത്തിന്റെ ടൈമുണ്ട്.
ഒരിക്കൽ പൗലോസ് അപ്പോസ്തലൻ മാൾട്ട മെലീത്ത ദ്വീപിൽ രക്ഷപ്പെട്ട് കയറിയിരിക്കുമ്പോ കയ്യേൽ അണലി ചാടി ചുറ്റി വിറക് പെറുക്കിയിടുമ്പോ കയ്യേൽ അണലി ചാടി ചുറ്റി ഒരു ടൈം. ആളുകളെല്ലാം വിചാരിച്ചു വീർത്തു വീഴും, ചത്തുപോകുമെന്ന് വിചാരിച്ച ഒരു ടൈമുണ്ട്. ഈ ടൈമിന് മനുഷ്യന്റെ ടൈം എന്ന് പറയാം. മനുഷ്യൻ ചത്തു വീഴും, ഇപ്പൊ തീർന്നു പോകും, ഇങ്ങനെ കണക്ക് കൂട്ടിയിരിക്കുന്ന ടൈം. ഇത് മനുഷ്യ ടൈമാ. എന്നാൽ ദൈവം നിയോഗിക്കുന്ന ടൈമുണ്ട്. ഏറെ നേരം കാത്തിരുന്നിട്ടും ഒന്നും സംഭവിക്കായികയാൽ മനസ്സു മാറി ദേവൻ എന്ന് പറഞ്ഞു. ആദ്യം അവർ കൊലപാതകൻ എന്ന് പറഞ്ഞു. വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നീതിദേവി ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഇതൊക്കെ മനുഷ്യ ടൈമാ. നിന്നെ പുച്ഛിക്കുന്ന, നിന്നെ കളിയാക്കുന്ന, നിന്നെ പിന്തിരിപ്പിക്കുന്ന, നിന്നെ പുറകോട്ട് വലിക്കുന്ന ഈ ടൈം മാനുഷിക ടൈമാ. എന്നാൽ ദൈവത്തിന്റെ ടൈമുണ്ട്. ആ ടൈം അപ്പോയിന്റഡ് ടൈമാ. നീ വെയിറ്റ് ചെയ്യുക. ഏറെ നേരം കാത്തിരുന്നിട്ടും കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്ന ജോസഫിന്റെ ടൈം. ഹാമാൻ കഴുകുമരം ഉയർത്തി കാത്തു നിൽക്കുമ്പോൾ അവിടെ അന്ന് രാത്രി സംഭവിക്കുന്ന മോർദെഖായിക്ക് വേണ്ടിയുള്ള ഒരു ഡ്യൂ ടൈം. യെരമ്യാ പ്രവാചകന് വേണ്ടി അപ്പോയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടൈം. ദാനിയേൽ പ്രവാചകന് വേണ്ടി അപ്പോയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സിംഹത്തിന്റെ കൂട്ടിലെത്തുന്ന ഒരു ഡ്യൂ ടൈം. സിംഹത്തിന്റെ വായടച്ചു കളയുന്ന ഡ്യൂ ടൈം. ദൈവത്തിന്റെ ടൈമുണ്ട്. തീക്കകത്തിറങ്ങി ചന്ദ്രക്ക് മേശ കവിതകൊണ്ട് വേണ്ടി നിൽക്കുന്ന ദൈവത്തിന്റെ അപ്പോയിന്റഡ് ടൈം. കുഞ്ഞെ, നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ഒരു അപ്പോയിന്റഡ് ടൈം ഉണ്ട്. ദൈവത്തിന്റെ ഒരു കൈറോസ് ടൈം ഉണ്ട്. ഈ വചനം മറക്കരുത്. നീ ഇന്ന് പുച്ഛിക്കുകയും നിന്ദിക്കുകയും കൊലപാതകൻ നീതിദേവി ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, നശിച്ചു പോകും, മരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ കാതിൽ കേൾക്കുമ്പോൾ അതിന് ചെവി കൊടുക്കരുത്. കാരണം നീ ഒരു ദൈവമാണെങ്കിൽ നിനക്ക് വേണ്ടി ഒരു അപ്പോയിന്റഡ് ടൈം ഉണ്ട്. നിനക്ക് വേണ്ടി ഒരു ഡ്യൂ ടൈം ദൈവം വെച്ചിട്ടുണ്ട്. ആ ടൈമിന്റെ പേര് കെയ്റോസ്. ആ ടൈമാ കെയ്റോസ്. ആ വചനമാ പറയുന്നത്. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിന്നെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈയുടെ കീഴിൽ താണിരിപ്പി. അതുകൊണ്ട് അവൻ തക്ക സമയം. ഒരു വാഗ്ദത്തം കിട്ടിയിട്ടുണ്ടോ? വാഗ്ദത്തം നിവർത്തിക്കാൻ ഒരു ഡ്യൂ ടൈം ഉണ്ട്. നിന്റെ മേലൊരു വാഗ്ദത്തമുണ്ട്. അത് വെച്ച് ഫോൺ എടുത്ത് പല ദിവസം കേട്ട് ആ വാഗ്ദത്തം ഇത് നടക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കാനല്ല. വാഗ്ദത്തം നടക്കുന്ന ഒരു ഡ്യൂ ടൈം ഉണ്ട്. നിനക്ക് ലഭിച്ചിരിക്കുന്ന വാഗ്ദത്തം നിവർത്തിക്കുന്ന നിന്റെ ഒരു ഡ്യൂ ടൈം ഉണ്ട്. നിന്റെ ഒരു അപ്പോയിന്റഡ് ടൈം. ആ ടൈം കുഞ്ഞെ നീ അല്ല തീരുമാനിക്കുന്നത്. നീ ഫോൺ എടുത്ത് വെച്ച് അയ്യോ എന്റെ വാഗ്ദത്തം നടക്കുന്നില്ല, എന്നോട് ആ ദൈവാസം പറഞ്ഞായിരുന്നു, എന്നോട് ഇത് പറഞ്ഞു, എത്ര നാൾ. ഇല്ല കുഞ്ഞെ, ദൈവത്തിന്റെ ഡ്യൂ ടൈം ഉണ്ട്. ദൈവത്തിന്റെ അപ്പോയിന്റഡ് ടൈം ഉണ്ട്. നിനക്കറിയില്ല ടൈം. ദൈവത്തിന്റെ അപ്പോയിന്റഡ് ടൈം ദൈവം നിനക്ക് വേണ്ടി നിയോഗിച്ചു വെച്ചിട്ടുണ്ട്. ദൈവം പറഞ്ഞിരിക്കുന്ന ടൈമാ അത്. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിന്നെ ഉയർത്തേണ്ടതിന് ബലമുള്ള കൈയുടെ കീഴിൽ താണിരിക്കുവാൻ. അതെ, അടുത്ത വാക്യത്തിലേക്ക് കടന്നില്ല. അടുത്ത ദിവസങ്ങളിൽ ആ വാക്യം ചിന്തിക്കുകയും ചെയ്യാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട് എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പൊ സ്വർഗം കൂടിയിരിക്കും, ആത്മാവിൽ ബലപ്പെടുത്തുന്നു. ദൈവം നിയോഗിച്ചിരിക്കുന്ന ടൈമിലേക്ക്, ആ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിലേക്ക്, നിവർത്തീകരണത്തിലേക്ക് ദൈവം എത്തിക്കുന്നതിനായി നന്ദി പറയുന്നു. അങ്ങയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവ കൂടിയിരിക്കും, ആത്മാവിൽ ബലപ്പെടുത്തും. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ സാന്നിധ്യത്തിൽ മറക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. എല്ലാ മാനുമോഹത്തോടും എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടിയിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവിന്റെ വിശാലമേറിയ ചെറുകടിയിൽ നമ്മളെല്ലാവരെയും അവിടെ ഇവിടെയും മറയ്ക്കുമാറാകട്ടെ. താങ്ക് യു സോ മച്ച്.